ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു യാത്ര പോവുകയാണ്. പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു യാത്ര പോകേണ്ടി വന്നു. വേറെ എങ്ങോട്ടല്ല, കൊച്ചിൻ ടു കൽക്കട്ട. കൽക്കട്ട മാറി കൊൽക്കത്ത ആയിട്ടുണ്ട് കേട്ടോ. പണ്ട് കൽക്കത്ത എന്ന് പറയും, ഇപ്പോൾ അത് കൊൽക്കത്ത. മനുവാണ് എന്നെ രാവിലെ ഡ്രോപ്പ് ചെയ്തത്. പാവം, അതിരാവിലെ തന്നെ 3 മണിക്ക് എന്നെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡ്രോപ്പ് ചെയ്തു. ചെന്ന ഉടനെ ഞാൻ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ബാലാജിയിൽ നിന്നൊരു കോഫി വാങ്ങി കഴിച്ചു. അടുത്തതായി നമുക്ക് ലോഞ്ചിൽ പോയിരിക്കാം. അപ്പോൾ അങ്ങോട്ട് മെല്ലെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബ് ആയതിനു ശേഷം ഉള്ള ലോങ് ജേർണിയാണ് കേട്ടോ. ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്തത് കുളു മണാലിയൊക്കെ പോകണം. ഒരു 10 ദിവസത്തെ പ്ലാനിങ് ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ നമുക്ക് നേരെ തിരിച്ച് ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് കൽക്കട്ടയ്ക്ക് പ്ലാൻ മാറ്റിയായിരുന്നു. അപ്പം കൃത്യം 6 മണിക്ക് തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവും. എയർ ഇന്ത്യയിലെ എയർ ഹോസ്റ്റസ് വന്നിട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അവിടെ തരുന്നുണ്ടായിരുന്നു. അതും പ്രത്യേകിച്ച് പറയേണ്ട കാരണം എല്ലാവർക്കും അറിയാമല്ലോ. സാധാരണ എല്ലാ ഫ്ലൈറ്റ് യാത്രകളിലും അങ്ങനെയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർ വന്നിട്ട് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും വിവരിച്ച് അങ്ങനെ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല മനോഹരമായ വ്യൂസാണ് നമുക്ക്. ഞാൻ വിൻഡോ സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ നിന്നുള്ള കാഴ്ച എന്ന് വെച്ചാൽ അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ്. അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. കറക്റ്റ് 7:15 ബാംഗ്ലൂർ എയർപോർട്ടിൽ ലാൻഡിങ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അടുത്ത 8:20 നമ്മൾ അടുത്ത ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങി നമ്മൾ ലഗേജ് ഓൾറെഡി നമ്മൾ ലഗേജിൽ ഇട്ടുകൊണ്ട് ലഗേജ് എടുക്കേണ്ട, കൽക്കട്ട പോയതിനു ശേഷം നമ്മൾ കളക്ട് ചെയ്താൽ മതി. അടുത്ത ഫ്ലൈറ്റ് ടൈം വന്നിട്ട് 8:20 നമ്മളവിടെ ചെക്ക് ഇൻ ചെയ്യണം. 8:40 ഒക്കെ ആകുമ്പോഴേക്കും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകും. സെയിം ഫ്ലൈറ്റ് തന്നെയാണ്, എയർ ഇന്ത്യ തന്നെയാണ്. ഇത് ബാംഗ്ലൂർ എയർപോർട്ടാണ്. ഇവിടെ നമ്മൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. അപ്പം പക്ഷേ ഇത്രയും വിസ്തരിച്ചുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. കാരണം സാധാരണ മുമ്പ് വന്നപ്പോഴൊന്നും നമുക്കിങ്ങനെ വീഡിയോ ചെയ്യാനുള്ളൊരു സാഹചര്യം ഒന്നും അനുവദിച്ചില്ല. എന്തായാലും അവിടെ നിന്ന് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ ബസ്സിൽ നമ്മൾ നേരെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണേ. ഒരുപാട് ഫ്ലൈറ്റുകൾ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം കൊച്ചിയിൽ നിന്നുള്ളതിനൊക്കെ കൂടുതൽ ഒത്തിരി ഫ്ലൈറ്റ് ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ട്, അറിയാലോ. അപ്പോൾ അതെല്ലാം നമുക്ക് ഇത്രയും അടുത്ത് കാണാനുള്ളൊരു ഭാഗ്യം. കാരണം ഇതിനു മുമ്പൊക്കെ നമ്മൾ ഇത്രയും വിസ്തരിച്ചൊരു വീഡിയോ ചെയ്യാനൊന്നും നമുക്ക് സാഹചര്യം അനുവദിച്ചിട്ടുണ്ടായിട്ടില്ല. എന്തായാലും താങ്ക് ഗോഡ്. അങ്ങനെ നമ്മൾ അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മളെ വളരെ സ്നേഹത്തോടെ എയർ ഹോസ്റ്റസ് സ്വീകരിച്ച് നമ്മുടെ സീറ്റ് ഏതാണെന്ന് കാണിച്ചു തന്നു. നേരെ അവിടെ ചെന്നു വിൻഡോ സീറ്റിൽ ഇരിപ്പുറപ്പിച്ചു. പക്ഷേ ശരിക്കും പറയണമെങ്കിൽ വിൻഡോ സീറ്റ് അല്ലായിരുന്നു എനിക്ക് തൊട്ടിപ്പുറത്തുള്ള സീറ്റായിരുന്നു. എന്തായാലും അവിടെ നിന്ന് നമ്മൾ ഇതിപ്പം കൽക്കത്ത എയർപോർട്ടിൽ ലാൻഡിങ് ആയിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റിൽ നിന്ന് എയർപോർട്ടിൻ്റെ അടുത്തേക്ക് ഇവിടെയും ബസ്സിലാണ് നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്നത്. ഒരു ഭൂട്ടാൻ്റെ ഫ്ലൈറ്റൊക്കെ നമ്മൾ ആദ്യമായിട്ട് അവിടെ നിന്ന് കാണുന്നത് കേട്ടോ. ഒരുപാട് എയർ ഇന്ത്യയും അതുപോലെ ഇൻഡിഗോയും ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ഭൂട്ടാൻ ഫ്ലൈറ്റും അതുപോലെ അങ്ങനത്തെ വലിയ ഫ്ലൈറ്റുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അവിടെ ഇത് കാണാനുള്ള ഭാഗ്യമുണ്ടായി. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി, കൽക്കത്ത എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി നമ്മൾ അവിടുത്തെ ഒരു ക്യാബിലാണ് മുകുന്ദപുരത്തേക്ക് പോകുന്നത്. കൽക്കത്തയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞ ടാക്സി അതൊരു മെയിൻ അട്രാക്ഷനാണ്. അപ്പോൾ ആ മഞ്ഞ ടാക്സിയിൽ എയർപോർട്ട് മുകുന്ദപുരത്തേക്ക് നമ്മൾ ട്രാവൽ ചെയ്യാണ്. പോകുന്ന വഴിക്ക് ഇതാണ് ഇവിടുത്തെ മെട്രോ പോകുന്ന വഴികളൊക്കെയാണ്. IT പാർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്പോട്ടായ നാരായണ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്.